അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തമ്പനയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ണേർ സൂക്ഷിക്കുക എന്നതിനെ കുറിച്ചാണ്. കണ്ണേറിലൂടെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കണ്ണേറുണ്ടായാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, നഷ്ടങ്ങൾ ആദ്യം പറയാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം ലഭിക്കാം, എങ്ങനെ നമുക്ക് കണ്ണേറ് തട്ടാതെ രക്ഷപ്പെടാൻ കഴിയും എന്നതിനെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരും. പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക. നമുക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. കണ്ണേറ് നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. നല്ല ജോലി ഉണ്ടായിരുന്നു, ആ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. പിന്നീട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാകുന്നു. പുതിയൊരു ജോലി കിട്ടുന്നില്ല. ജീവിതത്തിൽ വളരെ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ വരും. കടങ്ങൾ കൂടി വരുന്ന ഒരവസ്ഥ. കടങ്ങൾ വീട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര ജോലി ചെയ്താലും ആ പണം കടം വീട്ടാൻ തികയാത്ത ഒരവസ്ഥ. കൂടുതൽ കടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് കണ്ണേറ് മൂലമാകാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന സന്തോഷങ്ങളൊക്കെ നീങ്ങി ടെൻഷൻ നമ്മിലേക്ക് വന്ന് നിറയുന്ന ഒരവസ്ഥയുണ്ടോ എന്നാൽ അത് കണ്ണേറ് മൂലമായിരിക്കും. നല്ല നിലയിൽ നടന്നിരുന്ന വീട് പണി പെട്ടെന്ന് നിന്നുപോകുന്ന അവസ്ഥ, പൂർത്തിയാകാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ നമ്മിലേക്ക് വന്നിട്ടുണ്ടോ? കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉമ്മയും ബാപ്പയും, ഭാര്യയും മക്കളും, ഭർത്താവും ഭാര്യയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കലഹങ്ങളും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ. നല്ല നിലയിൽ നടന്നിരുന്ന കച്ചവടം പെട്ടെന്ന് കച്ചവടം തകർന്നു പോകുന്നു. അതിലൂടെ ലക്ഷങ്ങൾ കടത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥ. രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഒരു രോഗം വന്നു, ഹോസ്പിറ്റലിൽ കാണിച്ചു, ഭേദമായി, തുടർന്ന് മറ്റൊരു രോഗം വരുന്നു. ഇങ്ങനെ രോഗങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ണേറ് മൂലമാകാൻ സാധ്യത കൂടുതലുണ്ട്. എന്നാൽ ഈ കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗവുമുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അൽ ഐനു ഹഖ്വൻ, കണ്ണേറ് സത്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ണേറ് നമുക്ക് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത്. ആ ചെറിയ സൂറത്തിനെ രാവിലെ 3 തവണയും വൈകുന്നേരം 3 തവണയും നിങ്ങൾ ചൊല്ലി മന്ത്രിച്ച് നിങ്ങളുടെ ശരീരത്തിൽ തടവിയാൽ അതിലൂടെ കണ്ണേറ് നമുക്ക് ഏൽക്കുകയില്ല. വന്ന കണ്ണേറിനെ നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും. സൂറത്തുൽ ഫലക്ക് നിത്യമായും നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവാക്കുക. ഓരോ ദിവസവും സുബഹിക്ക് ശേഷവും 1 തവണയെങ്കിലും ഓതി, നമ്മുടെ കയ്യിൽ ഊതി മന്ത്രിച്ച് ശരീരം മുഴുവനും തടവാൻ വേണ്ടി നാം ശ്രമിക്കണം. ചുരുങ്ങിയത് 3 തവണ ചെയ്യണം. ഇതുപോലെ രാത്രിയും കിടക്കാൻ പോകുന്ന സമയത്ത് നാം ഇതുപോലെ ചെയ്യുക. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഫലക്കും നാസും ഖുൽ ഹുവല്ലാഹു അഹദും സൂറത്ത് ഓതി അവിടുത്തെ ശരീരത്തിൽ തടവിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ, കണ്ണേറ് ബാധിച്ചവർക്കും രക്ഷപ്പെടാൻ, കണ്ണേറ് തട്ടാതിരിക്കാൻ ഈ സൂറത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.